Can we relate fiction with literature? We saw that fiction is an element with the play of imagination. It involves creativity, aesthetics. അങ്ങനെയാണെങ്കിൽ സാഹിത്യം എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഫിക്ഷനെയും സാഹിത്യത്തെയും നമുക്ക് ഒരേ ടേമിൽ കാണാനായിട്ട് സാധിക്കും. അവിടെ സാഹിത്യ പഠനത്തിൽ we are introduced to a term prose fiction. We don't say poetry fiction, we just say poetry. Drama fiction എന്ന് പറയാറില്ല, we just say drama. If so, why do we use the term prose fiction? It seems that there is a marriage between prose and fiction which has avoided drama and poetry. Why do we have a connection, a specific unique connection between the two words prose and fiction? To understand this, let me take you a bit into the origins of the various elements of literature. Now about the origins of literature. മിക്കവാറും എല്ലാ സിവിലൈസേഷനിലും ആദ്യം ഒറിജിനേറ്റ് ചെയ്തത് പോയട്രിയാണ്. ഇറ്റ് ക്യാൻ ബി കമ്മ്യൂണിക്കേറ്റഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ആൻഡ് ട്രാൻസ്ഫേർഡ് അക്രോസ് ജനറേഷൻസ് ഓറലി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഈസി റിമെമ്പറൻസ്. അന്ന് എഴുതുന്ന സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് പല സംസ്കാരങ്ങളും ആദ്യം പോയട്രിയാണ് യൂസ് ചെയ്തത്. ഒരു പേർപ്പസ് ഇതിൻ്റെ റിലീജനാണ്, മറ്റൊന്ന് എഡ്യൂക്കേഷൻ, ഒരു സൊസൈറ്റിയുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ മെഡിസിൻ, നോളജ് ഇൻ മാത്തമാറ്റിക്സ്, ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പോയട്രി യൂസ് ചെയ്തിരുന്നു. പ്ലീസ് ലിസൺ ടു ദിസ് ഓഡിയോ. ശ്രീ മഹാവിഷ്ണു പരമാത്മ ശ്രീമാൻ നാരായണോം ദേവത അമൃതോം ശുദ്ധഭോപാനുരുതി ബീജം ദേവകീ നന്ദന ശ്രേഷ്ഠേതി ശക്തി ഉദ്ഭവ ശോഭനോ ദേവ ഇതി പ്രമോ മന്ത്രഃ. Now this is a section from the Vishnu Sahasranama. ഇവിടെ ലോർഡ് വിഷ്ണുവിൻ്റെ 1000 നാമങ്ങൾ അത് ഹൃദയസ്ഥമാക്കാനുള്ള ഒരു മാർഗമാണ്. അത് മനഃപ്പാഠമാക്കുക അല്ലെങ്കിൽ ഓർത്തിരിക്കുക എളുപ്പമല്ല. അപ്പം അതിന് പോയട്രിയുടെ ഒരു മീഡിയം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിൽ നിൽക്കും, അടുത്ത ജനറേഷൻ അത് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഭാഗം കൂടെ കേൾക്കുക. ഈ പറഞ്ഞിരിക്കുന്ന പേരുകൾ: ശ്രീ മഹാവിഷ്ണു പരമാത്മാ, ശ്രീമാൻ നാരായണൻ, ജഗന്നാഥൻ, ദേവകീ നന്ദനൻ, ജിഷ്ണു, പുരുഷോത്തമൻ. So, മിക്കവാറും എല്ലാ സിവിലൈസേഷനിലും, as I mentioned while back, we have poetry as the first milestone of literature. Now let's go to the second phase in the development of literature, the development of drama. സാഹിത്യത്തിൽ മനുഷ്യർക്ക് എൻ്റർടൈൻമെൻറ്റ് ആവശ്യമാണ്. അതിന് ഓൾറെഡി അവരൊരു ഫോം കണ്ടുപിടിച്ചു, പോയട്രി. Then why should they have another form, drama? Drama answers the need of mankind. Another need of mankind. ഒരു നീഡാണ് the need for entertainment. അത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പോയട്രി ഉണ്ടായിരുന്നു. ഡ്രാമ ആൻസർ ചെയ്യുന്ന മറ്റൊരു നീഡാണ്, ദ നീഡ് ഫോർ എ സോഷ്യൽ എൻ്റർടൈൻമെൻറ്റ്, കളക്റ്റീവ് എൻ്റർടൈൻമെൻറ്റ്. പീപ്പിൾ വിൽ വാണ്ട് ടു ഹാവ് സം എൻ്റർടൈൻമെൻറ്റ് ടുഗദർ. അപ്പോൾ അതിന് ഡെവലപ്പ് ചെയ്ത ഒന്നാണ്, ആൾക്കാർ ഒന്നിച്ച് ആക്ട് ചെയ്യുന്നു, ഒന്നിച്ച് അത് എൻജോയ് ചെയ്യുന്നു. അങ്ങനെ ഡ്രാമ ഡെവലപ്പ് ചെയ്തു. ഓഫ് കോഴ്സ് ഡ്രാമയുടെ ഒറിജിനും റിലീജിയസ് ആയിരുന്നു. അത് പിന്നീട് സെക്യുലർ മോഡിലേക്ക് മാറി. ഡ്രാമ ഈ വിധത്തിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ സംഭവിച്ച ഒരു കാര്യമുണ്ട്. പോയട്രി ബിഗാൻ ടു മൂവ് അവേ ഫ്രം ദ കോമൺ മാൻ. ആദ്യകാല കവിതകൾ നോക്കുമ്പോൾ ബാലഡ്സും ഒക്കെ ദാറ്റ് ഇസ് ഫോർ ദ കോമൺ മാൻ, നമ്മുടെ നാട്ടിലും നാടൻ പാട്ടുകൾ. എന്നാൽ ഡ്രാമയുടെ ഡെവലപ്മെൻറ്റ് വന്നതോടുകൂടെ പോയട്രി ക്രമേണ ഒരു ഉയർന്ന തലത്തിലേക്ക്, ടു ദി അറേന ഓഫ് ദി എഡ്യൂക്കേറ്റഡ്. So it became more and more complex. Metrical patterns, prosody-യുടെ റൂട്ട്സ്, ഇതെല്ലാം പോയട്രിയിൽ കയറി വന്നു. സാധാരണക്കാരന് മനസ്സിലാകുന്ന ഒരു തലത്തിന് മുകളിലേക്ക് പോയട്രി. only the elite can appreciate it fully. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ കഥകളി.
പഴയകാലത്തെ ആദ്യകാലത്തെ നാടൻ പാട്ടുകളിൽ നിന്നൊക്കെ മാറി കഥകളി ആസ്വദിക്കണമെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസം വേണം, മുദ്രകളെക്കുറിച്ചുള്ള ഒരു ബോധം വേണം. ഇത് സിവിലൈസേഷനിലല്ല നമ്മൾ കാണുന്നതാണ്. സോ പോയട്രി സാധാരണക്കാരന് വേണ്ടി ആദ്യം ഡെവലപ്പ് ചെയ്തു. ആൻസറിങ് ദ നീഡ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. Answering the need for a collective or social entertainment, there was the development of drama. But with the development of drama, poetry moved away to be in the realms of the elite, the educated. So we have drama developing as the second phase of literature. The third phase in the development of literature, that is the development of prose. ആദ്യകാലത്ത് പ്രോസ് ഉണ്ടായിരുന്നത് നോൺ ഫിക്ഷണൽ പ്രോസ് എന്ന് പറയും. ഈവൻ പോയട്രിയുടെ ഒരു ഫേസിൽ പോയട്രി ഡെവലപ്പ് ചെയ്തൊരു ഫേസ് വന്നു, ഡ്രാമ ഡെവലപ്പ് ചെയ്ത് വന്നു. ആ സമയത്തും പ്രോസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പാരലായിട്ട്. അത് നമ്മൾ നോൺ ഫിക്ഷണൽ പ്രോസ് എന്ന് പറയുന്നു. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ സ്റ്റഡിയിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വി ഹാവ് ദി എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് by Venerable Bede, Anglo-Saxon Chronicles, King Alfred's നേതൃത്വത്തിൽ തയ്യാറാക്കിയ Anglo-Saxon Chronicles. All these are specimens of prose, which is essentially non-fictional. And from that, where do we see the development of prose fiction? We have already mentioned drama was a means of popular entertainment, but it began to lose its ground. യൂറോപ്പിലും ഇംഗ്ലണ്ടിലുമെല്ലാം ഇൻഡസ്ട്രിയലൈസേഷൻ ഒരു കാരണമായിരുന്നു. When people began to move to the cities with the factories working round the clock, people had less time for collective entertainment. എൻ്റർടൈൻമെൻറ്റിന് ഒന്നിച്ച് വരാൻ സമയമില്ല എന്ന് മാത്രമല്ല, എൻ്റർടൈൻമെൻറ്റ് ഓർഗനൈസ് ചെയ്യാനും സമയമില്ല. ഇപ്പോൾ ഒരു ഡ്രാമ കാണണമെങ്കിൽ people should come together. എന്നാൽ അതിലുപരിയായിട്ട് ഒരു ഡ്രാമ ക്രമീകരിക്കണമെങ്കിൽ അതിൻ്റെ റിഹേഴ്സലൊക്കെ നടക്കണമെങ്കിൽ ആൾക്കാർ ഒന്നിച്ച് വേണം. അപ്പോൾ ഈ ഫാക്ടറീസൊക്കെ ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ളൊരു സമയം ഇല്ലാതിരിക്കും. ഇപ്പോൾ ഒരു നാടകത്തിൻ്റെ റിഹേഴ്സൽ വെക്കുമ്പോൾ രാജാവിന് വരാൻ പറ്റും, പക്ഷേ മന്ത്രിക്ക് ആ സമയത്ത് ഫാക്ടറിയിൽ ജോലി കാണാം. ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കളക്റ്റീവ് എൻ്റർടൈൻമെൻറ്റ് ഡ്രാമ സഫർ ചെയ്യാനായിട്ട് തുടങ്ങി. സോ there was the need for entertainment. Some other form of entertainment is needed. പക്ഷേ നമുക്ക് ഡ്രാമ ഇല്ലെങ്കിൽ വേറെ ഒരു ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഓൾറെഡി ഉണ്ടല്ലോ, പോയട്രി. അവിടെ ഉണ്ടായൊരു ബുദ്ധിമുട്ട്, ആസ് ഐ മെൻഷൻഡ് ജസ്റ്റ് നൗ, പോയട്രി ഒരു എക്ലക്റ്റിക് ലെവലിൽ, ഒരു ഹയർ ലെവലിൽ മൂവ് ചെയ്യുന്ന ആൾക്കാരുടെ സമ്പാദ്യമായിട്ട് മാറി. It is in the terrain of the academically elite. So പോയട്രിയെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവിടെയാണ് മറ്റൊരു മീൻസ് അന്വേഷിക്കുന്നത്. മറ്റൊരു മീൻസ് തേടുമ്പോൾ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു മീഡിയം ഉണ്ട്, പ്രോസ് ഉണ്ട്. അത് നോൺ ഫിക്ഷൻ്റെ ലെവലിലാണ് നിൽക്കുന്നത്. പ്രോസ് ഹാഡ് ഓൾറെഡി എക്സിസ്റ്റഡ് ഇൻ ദ ഫോം ഓഫ് അക്കാഡമിക് വർക്ക്സ്, ഡോക്യുമെൻറ്റ്സ് ഓഫ് ഹിസ്റ്ററി ആൻഡ് സച്ച് മെറ്റീരിയൽസ്. സോ പ്രോസ് എന്ന് നമ്മൾ അന്ന് കാണുന്നത് in a crude way, it is the written expression of the most common mode of human expression, the narrative. ഈ നോൺ ഫിക്ഷണൽ പ്രോസ് ആ വിധത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നു, പോയട്രി ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. സോ ഹിയർ ദിസ് പ്രോസ് ഇസ് ടേക്കൺ ടു ബി എ ചാനൽ ഓഫ് എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെയാണ് പ്രോസ് ലിറ്ററേച്ചറിൽ കയറി വരുന്നത്. ആ വിധത്തിൽ പ്രോസ് ഡെവലപ്പ് ചെയ്തപ്പോൾ we have what you call the development of prose fiction. പ്രോസിനെയും ഫിക്ഷനെയും ഒന്നിച്ച് കൊണ്ടുവരുന്നത്, കാരണം നോൺ ഫിക്ഷണൽ പ്രോസ് എന്നൊരു ടേം എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ടു ഡിസ്റ്റിങ്വിഷ് ദാറ്റ് ഫ്രം ദിസ് ന്യൂലി ഡെവലപ്ഡ് ഫോം there was this term of prose fiction. ഈ വിധത്തിൽ ലിറ്ററേച്ചറിൻ്റെ 3 ലെവൽസ്, പോയട്രി, ഡ്രാമ ആൻഡ് പ്രോസ് ഫിക്ഷൻ്റെ ഒറിജിനെ കുറിച്ചാണ് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മളൊന്നിച്ച് ചിന്തിച്ചത്. മിക്കവാറും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. With this we'll go into the detailed study of
certain elements of prose fiction, പ്രത്യേകിച്ച് ഞാൻ നിങ്ങൾക്ക് ഡീൽ ചെയ്യുന്നത് ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് നോവൽസ്, അതിൻ്റെ ഓരോ മോഡ്യൂൾസ് ഡീൽ ചെയ്യും. So catch up with you later. We'll also have some reading before we meet for a session, meet for the next session. Till then, goodbye.